യൂസഫ് നമ്മുടെ സെലിബ്രിറ്റി കുഞ്ചാക്കോന് പ്രോപ്പർട്ടി കൊടുത്ത ശേഷം ഇനി ആർക്കാണ് പ്രോപ്പർട്ടി കൊടുക്കുന്നത്? അടുത്ത നമ്മുടെ മലയാളി സെലിബ്രിറ്റിയായ ടോവിനാണ് വന്ന് നോക്കിയിട്ട് പോയത് ഒരു പ്രോജക്റ്റ്. ടോവിനെ നോക്കിയത് ഒരു നാച്ചുറൽ ഐലൻഡ് ആണ്. അതിൻ്റെ അകത്ത് നമുക്ക് 40+ അമ്യൂണിറ്റീസ് അവൈലബിൾ ആണ്. എക്സാമ്പിൾ പറഞ്ഞ ഒരു 5 സ്റ്റാർ ഹോട്ടലും എല്ലാം ഈ ഒരു ഐലൻഡിൻ്റെ അകത്ത് അവൈലബിലിറ്റി ഉണ്ട്. അതായത് നമ്മുടെ Airbnb എല്ലാം നമ്മളൊരു ഡെയിലി ഒരു റെന്റ് ഔട്ട് ചെയ്താൽ തന്നെ നമുക്ക് ഒരു ഇയർലി ഒരു 2 ലക്ഷം ദിർഹംസിന്റെ മുകളിൽ പ്രോഫിറ്റ് കിട്ടും. 2 ലക്ഷം ദിർഹംസ് എന്ന് പറഞ്ഞാൽ നാട്ടിലൊരു 50 ലക്ഷം രൂപയെങ്കിലും നമുക്ക് ഇയർലി വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു പ്രൊജക്റ്റാണ്. ഇതിന് നിങ്ങളുടെ കയ്യിൽ ഒരു 4 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷം ദിർഹംസ് 3 വർഷം കൊണ്ട് എടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോജക്റ്റ് സുഖമായിട്ട് സ്വന്തമാക്കാൻ പറ്റും. പിന്നെ നമ്മുടെ കുഞ്ചാക്കോ നോക്കിയ പ്രോജക്റ്റ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഗ്രീനറി ആയിട്ടുള്ള ഒരു ടൗൺ ഹൗസ് ആണ്. ആ ടൗൺ ഹൗസിൽ നമുക്ക് എല്ലാ അമ്യൂണിറ്റീസും അതിനകത്ത് അവൈലബിൾ ആണ്. പ്ലേ ഏരിയ, കിഡ്സ് പ്ലേ ഏരിയ, സ്വിമ്മിംഗ് പൂൾ എല്ലാം നമുക്ക് ആ ഒരു ഫെസിലിറ്റിക്കകത്ത് അവൈലബിൾ ആണ്. അതിൻ്റെ അകത്ത് ടൗൺ ഹൗസ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ 6 ലക്ഷം ദിർഹംസ് നിങ്ങളുടെ കയ്യിൽ 3 വർഷം കൊണ്ട് എടുക്കാൻ കാണും. പക്ഷേ അതിൻ്റെ ടോട്ടൽ വാല്യൂ വരുന്നത് 1.9 മില്യൺ ആണ്. ടൗൺ ഹൗസിൻ്റെ വാല്യൂ വരുന്നത്. സ്ക്വയർ ഫീറ്റ് വരുമ്പോൾ 2200 സ്ക്വയർ ഫീറ്റ് അതിന് അവൈലബിൾ ഉണ്ട്. അതല്ല, നിങ്ങൾക്കൊരു എൻഡ് യൂസ് പർപ്പസ്, അതായത് നിങ്ങൾക്ക് ഇവിടുന്ന് ദുബായിൽ റെന്റൽ മാറി ഒന്ന് താമസിക്കാനാണെങ്കിലും നമ്മുടെ കയ്യിൽ 8,50,000 ദിർഹംസിൽ 1 ബെഡ്റൂം അപ്പാർട്ട്മെന്റ്സ് അവൈലബിൾ ആണ്. സെലക്ടഡ് ലൊക്കേഷനിൽ നല്ലൊരു ഡെവലപ്പറിന്. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു 3 വർഷം കൊണ്ട് 2 ലക്ഷം ദിർഹംസ് കണ്ടാൽ മാത്രം മതി. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ടൗൺ ഹൗസ് വേണോ, അതോ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസ് ആയിട്ടുള്ള ഒരു അപ്പാർട്ട്മെന്റ് വേണോ, അതോ നിങ്ങൾക്ക് ഒരു എൻഡ് യൂസ് ആയിട്ടുള്ള ഒരു അപ്പാർട്ട്മെന്റ് വേണോ?